ഇത് നമ്മുടെ എയർ സസ്പെൻഷന്റെ കൺട്രോളറാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ മോഡിഫിക്കേഷൻ വണ്ടികൾ രണ്ട് തരമാണുള്ളത്. ഒന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വീല് മാറ്റി, കളർ മാറ്റി, അലോയ് മാറ്റി, അങ്ങനെ കൊച്ചു കൊച്ചു വർക്കുകൾ, അത് മോഡിഫിക്കേഷൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. രണ്ടാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വണ്ടിയിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഇല്ലെങ്കിൽ അത് ഏത് വണ്ടിയെ നമ്മൾ സംശയിച്ചു പോകുന്ന മോഡിഫിക്കേഷൻ. അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന വണ്ടികളെ ഞാൻ കിങ്സ് എന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ അതുപോലൊരു കിങ്സിനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ അടൂരാണ് നിൽക്കുന്നത്. അപ്പം ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊടുക്കാൻ ബെല്ലേക്ക് എനേബിൾ ചെയ്തില്ലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം ഞാൻ ആപ്പിൾ അലക്സ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു വണ്ടി കിങ്സിൻ്റെ കാറ്റഗറി പെടുകയാണ്. കാരണം ഈ വണ്ടി എവിടെ നോക്കിയാലും ഫുള്ളി മോഡിഫൈഡ് ആണ്. നമ്മളൊരു സുസുക്കിയുടെ ലോഗോ ഇല്ലെങ്കിൽ ഇതൊരു ഏത് വണ്ടിയെന്ന് നമ്മൾ ചോദിച്ചു പോകും. ആ രീതിയിലാണ് ഈ വണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ പണിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ മെലിൻ ബ്രോ നമ്മുടെ സ്ഥലത്തില്ല. മെലിൻ ബ്രോയുടെ ഉറ്റ ചങ്ങാടി അശ്വിൻ ബ്രോ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ബ്രോ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളൊന്ന് പറഞ്ഞു. ഇതിലെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, ഫ്രണ്ട് എൻഡിൽ വരുവാണെങ്കിൽ നമുക്ക് ബോണറ്റ് കസ്റ്റമൈസ്ഡ് ആണ്. ബോണറ്റിൻ്റെ ഷേപ്പ് തന്നെ എൻ്റയർലി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 2 എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പറിലേക്ക് വരുവാണെങ്കിൽ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. സ്വിഫ്റ്റിൻ്റെ ബമ്പറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബമ്പറാണ്. GTR ഇൻസ്പയർഡ് ഫ്രണ്ട് കിറ്റാണ് ഈ ഒരു ഫ്രണ്ട് വരുന്നത്. പിന്നെ അടിതട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് BMW M കിറ്റ് ഇൻസ്പയർഡ് ആണ് ഇതിൻ്റെ സൈഡ് എയർ വെൻസ് വരുന്നത്. ലിപ്പും അത് തന്നെ BMW ഇൻസ്പയർഡ് ലിപ്സാണ് വരുന്നത്. പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ വൈറ്റ് ബോഡിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ നിലവിലുള്ള ബോഡി സൈഡിലേക്ക് എൻലാർജ് ചെയ്തിട്ട് വൈറ്റ് ബോഡിയാക്കി ചെയ്തിരിക്കുകയാണ്. അത് എയർ സസ്പെൻഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഒരു സ്റ്റാൻസ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന വർക്കാണ് അതും. പിന്നീട് വീൽസ് 10.5J വീൽസാണ് ചെയ്തിരിക്കുന്നത് 17 ഇഞ്ചിൽ. അതും കസ്റ്റമൈസ്ഡ് ആണ്. 17 ഇഞ്ച് ഡീപ്പ് ഡിഷ് അലോയ്സ് ആണ്. 10.5J അതും കസ്റ്റമൈസ്ഡ് ആണ്. പെയിൻ്റ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഷിഫ്റ്റ് സാധാരണ 15 ഇഞ്ച് വീലുകളാണ് വരുന്നത്. ഇത് 17 ഇഞ്ച് ആക്കിയല്ലേ? അതെ. അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫണ്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്, സൈഡ് സ്കേർട്ട്സ് വന്നിട്ടുണ്ട്. സ്വിഫ്റ്റ് സ്പോർട്സിൻ്റെ സൈഡ് സ്കേർട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ അതിൻ്റെ ലോവറിങ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ ലിപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. മിറർ ചേഞ്ച് ചെയ്തിട്ടില്ല. സൈഡിൽ ആ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വൈറ്റ് ബോഡി, പിന്നെ ഫ്രണ്ട് ബാക്ക് ടെയിൽ ലാംപ്സ് ഹെഡ്ലൈറ്റ്സ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ ബാക്കിൽ വരുന്നത് സ്വിഫ്റ്റ് സ്പോർട്സിൻ്റെ ഇൻ്റർനാഷണൽ വേർഷൻ സ്വിഫ്റ്റിന് വരുന്ന ബമ്പറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു മോൺസ്റ്റർ സ്പോയിലർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ വരുന്ന മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത്. കളർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു ഡ്യുവൽ ഷെയ്ഡ് കളറാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷൈനിങ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, മാരകമാണ്. ഈ ഒരു കളർ തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു ഷൈനിങ്ങിനെ പകുതി ഭാഗം നമ്മളെ സ്വാധീനിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടെയിൽ ലാമ്പിലേക്ക് നോക്കുവാണെങ്കിൽ മോസ്റ്റ് മോഡേൺ നമുക്കൊണെങ്കിൽ വിളിക്കാൻ സാധിക്കും. പിന്നെ ഇൻ്റർനാഷണൽ വേലിൽ കാണാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ എക്സോസിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ബാക്ക് ബ്യൂട്ടി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വേറെ ലെവൽ ഒന്നും നമുക്ക് പറയാനില്ല. അത്രയ്ക്ക് മോസ്റ്റ് മോഡേൺ ആണ്. ഇപ്പോൾ ഒരു ലോഗോ ഇല്ലാത്തതിൻ്റെ ഒറ്റ കുഴപ്പം നമ്മൾ വണ്ടി ഏതെന്ന് തന്നെ നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഈ വണ്ടിയുടെ സൗണ്ടാണ്. ഇപ്പോൾ ഇത്രയും മോഡിഫൈ ചെയ്ത് ചിരിക്കുക വണ്ടിയുടെ സൗണ്ടിനും ഇവരെ കാര്യമായ പരിഗണന കൊടുത്ത് കാണും. അപ്പോൾ നമുക്ക് ആ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. വേറെ ലെവലാണ്. ഈ
ഈ വണ്ടി ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറവാണ്. അപ്പോൾ അടി മുട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഫുള്ളി സ്പോട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ അറിയാം, നമ്മുടെ എൻ്റെ കാല് പോലും എൻ്റെ അടി കയറത്തില്ല, ചെറുതായിട്ടേ കയറത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ എയർ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വണ്ടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു തരാം. അതിൻ്റെ ഓപ്ഷൻ കാര്യമൊക്കെ വണ്ടിക്ക് അകത്താണ്, നമുക്ക് കയറി കാണിച്ചു തരാം. നമ്മളിതിൻ്റെ വണ്ടി ഒന്ന് മുകളിലോട്ട് പൊക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ എയർ സസ്പെൻഷന്റെ കൺട്രോളറാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും കൺട്രോൾ ചെയ്യുന്നത്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മീറ്ററിനകത്ത് നമുക്ക് ഇതിന്റെ റീഡിംഗ് അറിയാം. എത്ര നമ്മൾ എവിടെ എത്തുമ്പോഴാണ് നമ്മൾ പൊക്കേണ്ടത്? അങ്ങനല്ല, ഇതിനകത്ത് നമ്മൾ എത്ര പെർസെന്റേജ് ബാഗിനകത്ത് എയർ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു റീഡർ കൊണ്ട് ഇതിനകത്ത് റീഡിംഗ് കാണിക്കുന്നത്. ഈ രണ്ട് നീഡിൽ എന്ന് വെച്ചാൽ ഒന്ന് ഫ്രണ്ടിന്റെ ഒന്ന് ബാക്കിന്റെ ആണ്. അപ്പൊ നമ്മൾ ഇതാണ് ഫ്രണ്ട് അഡ്ജസ്റ്റ്മെന്റ്, ബാക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്താണ് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ നമുക്ക് റിമോട്ട് ഉണ്ട്. നമുക്ക് റിമോട്ടിലും പുറത്ത് നിന്ന് വണ്ടിക്ക് പുറത്ത് നിന്നിട്ട് വേണമെങ്കിൽ റിമോട്ടിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്റീരിയറിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്റീരിയർ മേജർ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫുള്ള് ബ്ലാക്ക് ആണ്. നമുക്ക് വണ്ടി ഫുൾ ഒരു ബ്ലാക്ക് തീമിൽ സെറ്റ് ചെയ്തതാണ്. ഇതിന്റെ കസ്റ്റമൈസ്ഡ് സീറ്റ്സ് ആണ്, അതും ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫ് ഉൾപ്പെടെ ഫുൾ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഒരു വണ്ടി കാണുന്ന ആ ഒരു വണ്ടി ഷിഫ്റ്റ് കാണുന്ന പോലെയാണ് ഈ വണ്ടി ഇന്റീരിയർ കാണാൻ തന്നെ. ഇത് മെയിനായിട്ട് ഷോ ഓഫിന് വേണ്ടി വണ്ടിയുടെ വെളിയിലാണ് കൂടുതൽ മോഡിഫിക്കേഷൻ വർക്ക് ചെയ്തേക്കുന്നത്. അതെ, ഷോ സ്പെക്ക് ബിൽഡ് ആയതുകൊണ്ട് ഇന്റീരിയർ വിഷ്വൽ മോഡിഫിക്കേഷൻ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ വെളിയിൽ നോക്കി തന്നെ വണ്ടിയുടെ ഒരു വ്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ടല്ലേ, ചെറിയൊരു വിഷ്വൽ മോഡിഫിക്കേഷൻസ് അല്ല ഇതിനകത്ത്. പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു എയർ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സോസ്റ്റ് ഫുൾ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ മേജർ ആയിട്ട് എഞ്ചിൻ ഭാഗത്ത് വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് വെളിയിൽ നോക്കി കറക്റ്റ് അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വിഷ്വൽ ആണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ലോഗോ ഇല്ലെങ്കിൽ വണ്ടി ഏതും ചോദിക്കുന്ന രീതിയിലാണ് വണ്ടിയുടെ ഒരു ഫിനിഷ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്, ABC ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് റിമോട്ടിൽ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ അകത്ത് കയറണമെന്നില്ല, വെളിയിൽ നിന്നാൽ പോലും തന്നെ നമുക്ക് വണ്ടി അപ്പ് ചെയ്യാൻ ഡൗൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു നമുക്കൊരു മാസ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ നമുക്ക് റിമോട്ടിൽ തന്നെ വണ്ടി ഒന്ന് ഹൈറ്റ് പൊക്കിയൊക്കെ ഒരു ഷോ ഓഫിന് പറ്റിയ ഒരു ഫീച്ചർ തന്നെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ വന്നു ഈ ഒരു വണ്ടി കണ്ടു, വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. മാരക ലുക്ക്, മാരക ഫീലാണ് നമുക്ക് വണ്ടി തരുന്നത്. ഈ വണ്ടി മെയിനായിട്ട് നമ്മൾ ഓരോ ഇവൻസിന് മാത്രമേ വെളിയിൽ ഇറക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വണ്ടി നമ്മുടെ മെലിൻഡോടെയാണ്. മെലിൻഡോ സ്ഥലത്തില്ല, അതുകൊണ്ട് നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് വണ്ടിക്ക് വേണ്ടി സ്പെക്കോ കാര്യമൊക്കെ നമുക്ക് പറഞ്ഞത് നമ്മുടെ അശ്വിൻ ബ്രോയാണ്. അപ്പം വണ്ടി ലുക്കിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്ന രക്ഷയില്ല, മാരക ലുക്കും ഫീച്ചറുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ആദ്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോഡിഫൈഡ് വണ്ടികളുടെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കണ്ട ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. ബൈ.